ഭാരതീയ സംസ്കാരത്തിലും പുരാണങ്ങളിലും ഏറെ പ്രാധാന്യമുള്ളൊരു വൃക്ഷമാണ് അശോകം. ശോകമില്ലാത്തത് എന്നാണ് അശോകമെന്ന വാക്കിൻ്റെ അർത്ഥം. ദുഃഖങ്ങൾ അകറ്റാൻ കഴിവുള്ള വൃക്ഷമാണിതെന്ന് വിശ്വസിക്കപ്പെടുന്നു. ഇന്നത്തെ വീഡിയോയിൽ അശോകമരത്തിൻ്റെ ആത്മീയവും ഔഷധപരവുമായ പ്രത്യേകതകളെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്. പുരാണങ്ങളിലും വേദങ്ങളിലും ഒരു ദേവവൃക്ഷമായാണ് അശോകത്തെ വിശേഷിപ്പിക്കുന്നത്. കാമദേവന്റെ പഞ്ചപുഷ്പങ്ങളിലൊന്ന് അശോകപുഷ്പമാണ്. പത്മപുരാണം, മത്സ്യപുരാണം, ബ്രഹ്മാണ്ഡപുരാണം എന്നിവയിലെല്ലാം ഈ വൃക്ഷത്തെ ദൈവികമായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. അശോകം നിൽക്കുന്ന വീട്ടിലും അശോകത്തിൻ്റെ പൂക്കൾ സൂക്ഷിക്കുന്ന വീട്ടിലും ഭാഗ്യവും സമ്പത്തും വർദ്ധിക്കുമെന്നാണ് വിശ്വാസം. വീടും പൂജാമുറിയും അശോകത്തിൻ്റെ ഇലകൾ കൊണ്ട് അലങ്കരിക്കുന്നത് ഐശ്വര്യം കൊണ്ടുവരും. അശോക മരത്തിൻ്റെ ചുവട്ടിൽ ധ്യാനിക്കുന്നത് ഏകാഗ്രത വർദ്ധിക്കാൻ സഹായിക്കും. വിവാഹ തടസ്സങ്ങൾ നേരിടുന്നവർക്ക് അശോകമരത്തെ ആരാധിക്കാവുന്നതാണ്. എല്ലാ ചൊവ്വാഴ്ചയും അശോകമരത്തിൻ്റെ തൊലി ഹനുമാന് സമർപ്പിക്കുന്നത് വിവാഹ സംബന്ധമായ പ്രശ്നങ്ങൾ മാറാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. ദാമ്പത്യ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ 7 അശോക ഇലകളും ഒരു നാണയവും ദക്ഷിണയായി ഇഷ്ടമൂർത്തിയുടെ അടുത്ത് വെച്ച് പ്രാർത്ഥിക്കുന്നത് ഉചിതമാണ്. ദിവസവും അശോകമരത്തിൻ്റെ ചുവട്ടിൽ നെയ്വിളക്ക് കൊളുത്തുന്നത് ആരോഗ്യവും സമ്പത്തും വർദ്ധിപ്പിക്കും. ആയുർവേദത്തിൽ അശോകത്തിന് വലിയ സ്ഥാനമാണ് ഉള്ളത്. ആർത്തവ സംബന്ധമായ പ്രശ്നങ്ങൾക്കും അമിത രക്തസ്രാവം കുറയ്ക്കാനും അശോകത്തിൻ്റെ തൊലി കഷായം വെച്ച് കഴിക്കുന്നത് വളരെ ഫലപ്രദമാണ്. രക്തം ശുദ്ധീകരിക്കാൻ സഹായിക്കുന്നതിനാൽ ചർമ്മത്തിലുണ്ടാകുന്ന ചൊറിച്ചിൽ, തടുപ്പ് എന്നിവയ്ക്ക് അശോകപ്പൂക്കൾ അരച്ചു പുരട്ടുന്നത് നല്ലതാണ്. അശോകപ്പൂക്കൾ ഉണക്കിപ്പൊടിച്ച് ഉപയോഗിക്കുന്നത് പ്രമേഹം നിയന്ത്രിക്കാൻ സഹായിക്കും. വിത്തുകൾ ഔഷധമായി ഉപയോഗിക്കുന്നത് വൃക്കയിലെ കല്ലലിയിച്ചു കളയാൻ സഹായിക്കുമെന്ന് പറയപ്പെടുന്നു. വീടിനുള്ളിൽ നല്ല ഊർജ്ജം നിലനിർത്താൻ അശോകത്തിൻ്റെ സാന്നിധ്യം സഹായിക്കും. ദുർഗാപൂജയിൽ ഉപയോഗിക്കുന്ന 9 തരം ഇലകളിലൊന്ന് അശോകമാണ്. കുളിക്കാനുള്ള വെള്ളത്തിൽ അശോക ഇലകളിട്ട് കുളിക്കുന്നത് രോഗങ്ങളെയും നിർഭാഗ്യങ്ങളെയും അകറ്റി നിർത്താൻ സഹായിക്കും. ഇത്രയേറെ ഗുണങ്ങളുള്ള അശോകമരം നമ്മുടെ മുറ്റത്ത് വളർത്തുന്നത് ശരിക്കും ഒരു അനുഗ്രഹമാണ്. ഈ അറിവുകൾ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കൂടുതൽ ആളുകളിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.